തുടർച്ചയായി അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചെന്ന കേസ് ഹൈക്കോടതി റദ്ദാക്കി. കൊച്ചി സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് റദ്ദാക്കിയത്. എറണാകുളം CJM കോടതിയിലെ നടപടികളും ഹൈക്കോടതി റദ്ദാക്കി. ശ്വേതാ മേനോനെതിരായ കുറ്റകൃത്യം നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി നടപടി. ശ്യാം ദേവരാജുന്റെ വിശദാംശങ്ങൾ നൽകാൻ. ശ്യാം, എന്തൊക്കെയാണ് നിരീക്ഷണങ്ങൾ കോടതിയുടെ? ശ്വേതാ മേനോൻ, അമ്മയുടെ പ്രസിഡന്റ് കൂടിയായ നടി ശ്വേതാ മേനോന് ആശ്വാസകരമാകുന്ന വാർത്തയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്നത്. അത് അശ്ലീല ചിത്രങ്ങളിൽ നിന്ന് അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്ന അതിന് ഒരു കേസ് എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു. എറണാകുളം സ്വദേശി മാർട്ടിൻ മേനാച്ചേരി എന്നയാൾ നൽകിയ ഒരു സ്വകാര്യ അന്യായം അനുസരിച്ചാണ് എറണാകുളം CJM കോടതി നേരത്തെ ഈ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിരുന്നത്. ഇത് അമ്മയുടെ തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു ഈ ഹർജി, ഈ വിവാദം കേസെടുക്കാനുള്ള നിർദ്ദേശം വന്നത്. ഇതിനെതിരെയാണ് ശ്വേതാ മേനോൻ ഹൈക്കോടതിയെ സമീപിച്ചതും ഈ കൊച്ചി സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്യുന്നത്. എറണാകുളം CJM കോടതിയിലെ നടപടികളും ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. ഇതിൽ ഹൈക്കോടതി ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ശ്വേതാ മേനോനെതിരായ കേസ് എന്തുകൊണ്ട് എഴുതി തള്ളുന്നില്ല എന്നാണ് പോലീസിനോട് ഹൈക്കോടതി ചോദിച്ചത്. അമ്മയുടെ തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു ശ്വേതാ മേനോനെതിരെ പോലീസ് കേസെടുത്തത്. ഇത് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. ശ്വേതാ മേനോനെതിരായ കുറ്റകൃത്യം നിലനിൽക്കില്ല എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയത്. പരാതി മുഖവിലക്കെടുത്താലും കുറ്റകൃത്യം നിലനിൽക്കില്ല. ശ്വേതാ മേനോന്റെ സൽപ്പേര് കളങ്കപ്പെടുത്താനാണ് പരാതി എന്ന കാര്യവും കൂടി ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. വ്യക്തിവിദ്വേഷം മുൻനിർത്തിയാണ് പരാതിയെന്നും ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രുതി, പാലേരി മാണിക്യം, രതി നിർവേദം, ബ്ലസ്സി ചിത്രം, കളിമണ്ണ് തുടങ്ങിയ ചിത്രങ്ങൾ, ഒപ്പം ഒരു ഗർഭനിരോധന ഉറയുടെ പരസ്യം, ഇത്തരം കാര്യങ്ങളിൽ അഭിനയിച്ചു, ഇത്തരം ചിത്രങ്ങളിൽ അഭിനയിച്ചു എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. ഇതിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ ഇതിൽ ഒരു ചിത്രത്തിൽ സംസ്ഥാന പുരസ്കാരം നേടിയത് തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ ശ്വേതാ മേനോൻ വാദമായി തന്നെ കോടതിയെ അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല ഇത്തരം ചിത്രങ്ങളും പരസ്യചിത്രങ്ങളുമെല്ലാം സെൻസർ ബോർഡ് കണ്ട് അനുമതി നൽകിയ ചിത്രങ്ങളാണ് എന്ന വാദവും ശ്വേതാ മേനോൻ ഹൈക്കോടതിയിൽ ഉയർത്തുകയും ചെയ്തിരുന്നു. ഇതിലാണ് IT നിയമവും ഇമ്മോറൽ ട്രാഫിക് നിയമവും ചുമത്തി ശ്വേതാ മേനോനെതിരെ കേസെടുത്തിരുന്നത്. അമ്മയുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിയായ തന്നെ അധിക്ഷേപിക്കാനാണ് ഇത്തരമൊരു പരാതി നൽകിയതെന്നായിരുന്നു ശ്വേതാ മേനോൻ കോടതിയെ അറിയിച്ചത്. ഇത് സംബന്ധിച്ച എറണാകുളം CJM കോടതിയിലെ രേഖകളടക്കം ഹൈക്കോടതി വിളിച്ചു വരുത്തിയിരുന്നു. വിശദമായ അന്വേഷണം അനിവാര്യമാണെന്നായിരുന്നു CJM കോടതി നേരത്തെ നിർദ്ദേശം നൽകിയത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത്. പക്ഷേ എന്തായാലും ഈ FIR അടക്കമുള്ള എല്ലാ നടപടികളും ശ്വേതാ മേനോനെതിരായ എല്ലാ നടപടികളും ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. ജസ്റ്റിസ് CS റയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി. ശ്വേതാ മേനോൻ നൽകിയ ഹർജി അംഗീകരിച്ചാണ് ഹൈക്കോടതി ശ്വേതാ മേനോനെതിരായ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കുന്നത്. ശ്യാം, അതായത് ഒരു സിനിമയിൽ അല്ലെങ്കിൽ സിനിമകളിൽ അഭിനയിച്ചതുമായി ബന്ധപ്പെട്ട് അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ചു, അത് അത്തരത്തിൽ പണം സമ്പാദിച്ചെന്ന് പറഞ്ഞുള്ള ഒരു കേസായിരുന്നു ഇത് കൊണ്ടുവന്നിരുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ശ്വേത ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഘട്ടത്തിൽ ഉയർന്നു വന്ന ആരോപണം, അത് ആ രീതിയിൽ തന്നെ ഉയർത്തി വരാനുള്ള ശ്രമമായിരുന്നു നടന്നിരുന്നത് എന്നുള്ളതായിരുന്നു. ഇതിലിപ്പോൾ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള ഒരു കേസാക്കി മാറ്റാൻ ഇതിനെ ശ്രമിച്ചു എന്നുകൂടിയായിരുന്നു വാദം, അല്ലേ? ശ്രുതി, അങ്ങനെ തന്നെയാണ്. ഇതിൽ ഈ പൊതുമധ്യത്തിലുള്ള ചിത്രങ്ങളാണ്, തിയേറ്ററുകളിലടക്കം ഓടിയ ചിത്രങ്ങളാണ്. ഇത് അശ്ലീല ചിത്രമായി കണക്കാക്കാവുന്ന ചിത്രങ്ങളല്ല. പാലേരി മാണിക്യം, രതി നിർവേദം, ബ്ലസ്സി ചിത്രം, കളിമണ്ണ് പോലെയുള്ള ചിത്രങ്ങളാണ്. ഇതിലൊന്നിൽ സംസ്ഥാന പുരസ്കാരം വരെയും ശ്വേതാ മേനോൻ അക്കാലഘട്ടത്തിൽ നേടുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള സിനിമകളെയാണ് അശ്ലീല ചിത്രം എന്ന രീതിയിൽ പരാതിക്കാരൻ വ്യാഖ്യാനിക്കുകയും സ്വകാര്യ അന്യായം നൽകുകയും ചെയ്തത് എറണാകുളം CJM കോടതിയിൽ. അതിനെ തുടർന്നാണ് CJM കോടതി എറണാകുളം സെൻട്രൽ പോലീസിന് കേസെടുക്കാൻ നിർദ്ദേശം. എന്തായാലും കേസ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. കൊച്ചി സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസായിരുന്നു അത്. അതാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്.